പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവരുടെ എല്ലാ എക്സിറ്റ് പോളും ഈ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും, മമതാ ബാനർജി അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടില്ല. അവർ വരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം തികച്ചും എതിരായിരുന്നു. അത് ഒട്ടനവധി സംഭവങ്ങളിലുണ്ട്. ശരിയും ഉണ്ടാകാം, തെറ്റും ഉണ്ടാകാം. അത് എക്സിറ്റ് പോളിൻ്റെ ഒരു കണക്കുകൂട്ടലാണ്. അത് നമ്മുടെ വോട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ കണക്കും വോട്ട് ചെയ്തവരുടെ പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടണമെന്നില്ല. ചിലപ്പോൾ പൊരുത്തപ്പെട്ടേക്കാം, അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളതാണ് എക്സിറ്റ് പോളിൻ്റെ കണക്ക്. അതുകൊണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ അതിനെ മാത്രം ഗണിച്ചുകൊണ്ടോ നിലപാട് സ്വീകരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിഗമനമല്ല. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ അതാണ്. ആ കോൺഗ്രസിന്റെ കൈവശം ഒരു ഭരണം വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നേരത്തെ തന്നെ UDF-നെതിരായി വോട്ട് ചെയ്യും. അതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി. 10 വർഷക്കാലമായി ഇടതുപക്ഷ ഭരണമാണ്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കേരളത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ചു. നാടൊരു വികസനോന്മുഖമാണ്. ഈ കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. എല്ലാവരും അതിനനുകൂലമാണ്. ആ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ജനങ്ങളെല്ലാവരും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് ശങ്കിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വരും. ഒരു തുടർഭരണം ഉണ്ടാകും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ ശക്തിപ്പെടുത്തി ഒരു നവകേരളം സൃഷ്ടിക്കും എന്നുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാണ് ജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യത. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികം സമയമില്ലല്ലോ. നാളെ രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിലേക്ക് വരും. ഏതാണ്ട് നാളെ ഈ സമയമാകുമ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ സ്ഥിതിഗതികളെല്ലാം വ്യക്തമാകും. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമ്മൾ ഇത്തരമൊരു ചോദ്യം തന്നെ ഇപ്പോൾ പ്രസക്തി ഇല്ലാത്തതാണ്. കേരളത്തെക്കുറിച്ച് ആര് നിരീക്ഷിക്കുമ്പോഴും ജനങ്ങൾക്ക് തോന്നാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാവർക്കും തോന്നുന്നതാണ്. ആ കാൽക്കുലേഷൻ തെറ്റാണ്. ഇത്ര സീറ്റ് ഞാൻ പറയും. ഇപ്പോൾ എക്സിറ്റ് പോളിന് എന്താ പറഞ്ഞത്? 55 മുതൽ 65 വരെ, 72 മുതൽ 82 വരെ, 90 മുതൽ 100 വരെ. അവരെന്താ ഒന്ന് പറയാത്തത്? അങ്ങനെ ഒരു കാൽക്കുലേഷൻ കണക്ക് പറയാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ എത്ര സീറ്റ് എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു സയൻറ്റിഫിക് അല്ല, അപ്രസക്തമായ ചോദ്യമാണത്. പക്ഷേ ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള പൊതു സാഹചര്യമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയുന്നത്. ഇപ്പോൾ ലീഗ് VD സതീശനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. മാത്രമല്ല പലതരം ഗ്രൂപ്പുകളുമായി തർക്കമാകുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ലീഗ് ഇന്ന് UDF-നോടൊപ്പമാണ്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്തുള്ള ഈ മത്സരങ്ങൾ ഇനിയും മൂർച്ഛിച്ചു വരും. അത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെയാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്ന DMK വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ എക്സിറ്റ് പോൾ പറഞ്ഞിരിക്കുന്നത് BJP വരുമെന്നാണ്. BJP വരാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. എൻ്റെ ഒരു രാഷ്ട്രീയ പഠനം അതാണ്. മമതാ ബാനർജി തന്നെ വീണ്ടും വരുമെന്നാണ്. വരണമെന്നില്ല. എൻ്റെ ഒരു രാഷ്ട്രീയ നിഗമനം മമതാ ബാനർജി തന്നെ വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ആസാമിൽ BJP അധികാരത്തിലേക്ക് വരും. അതിൻ്റെ സാധ്യതയാണ് അവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇനിയും കോൺഗ്രസിന് ശരിയായ നിലപാട് സ്വീകരിച്ച് പോകാൻ കഴിയാതെ വന്നാൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. ബംഗാളിൽ CPM-ന്റെ അവസ്ഥ ഞങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾ വെച്ച് പുലർത്തുന്നില്ല. പക്ഷേ ഞങ്ങളൊരു തിരിച്ചുവരവിന് ശ്രമിക്കുക. ഞങ്ങൾക്ക് വന്ന തിരിച്ചടിയിൽ നിന്ന് ബംഗാളിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള നല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്, ജനങ്ങളെ അണിനിരത്താനുള്ള നടപടിയാണ് ഞങ്ങളവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അത് കൂടുതൽ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.